നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. 6 കോടിയിലധികം രൂപയുടെ പദ്ധതികൾ പൂർത്തിയാക്കി. പ്രൗഢിയോടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി ഹെൽത്ത് ഹബ്ബാക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. അവയവമാറ്റ ശസ്ത്രക്രിയ കഴിഞ്ഞവർക്ക് ജീവൻ രക്ഷാ മരുന്നുകൾ. പുനർജനി പദ്ധതിക്ക് തുടക്കം. പദ്ധതി നടപ്പാക്കുന്നത് കോട്ടയം ജനറൽ ആശുപത്രി വഴി. ചട്ടഭേദഗതികൾ പിൻവലിക്കണമെന്നാവശ്യം. കോട്ടയം സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിലേക്ക് KCF-ന്റെ മാർച്ചും ധർണയും. വാർത്തകൾ വിശദമായി. ചികിത്സാ സൗകര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും മെച്ചപ്പെടുത്തി വികസനത്തിന്റെ പുതിയ തലത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി. മികവിന്റെ പുതിയ ഘട്ടത്തിലേക്ക് കടക്കുന്ന ആശുപത്രിയിൽ 7,40,00,000 രൂപയുടെ പദ്ധതികൾ പൂർത്തിയായി. 6,40,00,000 രൂപ ചെലവിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ചികിത്സാ സൗകര്യങ്ങൾക്കുമായി 10 പദ്ധതികൾ പൂർത്തിയായി. മെഡിക്കൽ കോളേജിന് പുതിയ പ്രവേശന കവാടം ഉൾപ്പെടെ 6,40,00,000 രൂപയുടെ പദ്ധതികൾ നാടിന് സമർപ്പിച്ചു. സർജിക്കൽ ബ്ലോക്കും സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കും പൂർത്തിയാകുമ്പോൾ അടിസ്ഥാന സൗകര്യത്തിന്റെ കാര്യത്തിൽ രാജ്യത്തെ ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി മാറുമെന്ന് ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ 6,40,00,000 രൂപ മുടക്കി പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും പുതിയ പ്രധാന പ്രവേശന കവാടത്തിന്റെ നിർമ്മാണോദ്ഘാടനവും ജോൺ ബ്രിട്ടാസ് MP-യുടെ പ്രാദേശിക വികസന ഫണ്ട് വഴി അനുവദിച്ച നവീന ഉപകരണങ്ങളുടെ പ്രവർത്തനോദ്ഘാടനവും മെഡിക്കൽ കോളേജ് അങ്കണത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ആ സ്വപ്നം കേരളത്തിന്റെ ഒരു ഹെൽത്ത് ഹബ്ബായി കേരളത്തെ നമ്മൾ മാറ്റുകയാണ്. കേരളത്തിൽ ഇത്രയും അധികം ചികിത്സാ സൗകര്യങ്ങളുണ്ട്, പരിശോധനാ സംവിധാനങ്ങളുണ്ട്, പ്രതിഭാധനരായിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ട്, നഴ്സസ് ഉണ്ട്, മറ്റാരോഗ്യ പ്രവർത്തകരുണ്ട്. എങ്കിൽ എന്തുകൊണ്ട് മറ്റിടങ്ങളിൽ നിന്ന് ഇവിടേക്ക് വന്ന് ചികിത്സിക്കുന്നില്ല ആളുകൾ? അതിന് ചികിത്സിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കണം. അങ്ങനെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു നയത്തിൻ്റെ ഭാഗമായി കോട്ടയം മെഡിക്കൽ കോളേജും നമ്മുടെ ആദ്യത്തെ 5 ആരോഗ്യ ആശുപത്രികളിൽ ഹെൽത്ത് ഹബ്ബായിട്ട് മാറ്റുന്നതിൽ കോട്ടയം മെഡിക്കൽ കോളേജും ഉണ്ട്. നവംബർ മാസത്തിൽ നമുക്ക് ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി നമ്മുടെ ആ ഹെൽത്ത് ഹബ്ബ് ഡിസംബർ മാസത്തിൽ നമുക്ക് ഉദ്ഘാടനം ചെയ്യാനായിട്ട് കഴിയും. കോട്ടയവും കോഴിക്കോടും എറണാകുളവും ഒക്കെ ഉൾപ്പെടെ ജനറൽ ആശുപത്രിയൊക്കെ ഉൾപ്പെടെ DHS-ലും DME-യിലും. സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ അധ്യക്ഷനായി. കോട്ടയം മെഡിക്കൽ കോളേജിലെത്തുന്നവർക്ക് സുരക്ഷിതമായി റോഡ് കുറുകെ കടക്കാനായി നിർമ്മിച്ച അടിപ്പാത അടുത്തയാഴ്ച ഉദ്ഘാടനം ചെയ്യുമെന്ന് മന്ത്രി VN വാസവൻ അറിയിച്ചു. കഴിഞ്ഞ 7 വർഷമായി മെഡിക്കൽ കോളേജിന്റെ ചരിത്രത്തിലെ സുവർണ കാലമാണ്. വിവിധ തരത്തിലുള്ള CSR ഫണ്ടുകൾ, MP ഫണ്ടുകൾ എന്നിവ ഉപയോഗപ്പെടുത്തി വലിയ വികസന പദ്ധതികളാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നടക്കുന്നതെന്നും മന്ത്രി VN വാസവൻ പറഞ്ഞു. ഇവിടെ നമുക്കൊരു പ്രധാനപ്പെട്ട ശവസംസ്കാര യൂണിറ്റ്, ഒരു ക്രിമിറ്റോറിയ ഉണ്ടാവണമെന്ന ആവശ്യം മുന്നോട്ട് വന്നു. ആർപ്പുങ്കര പഞ്ചായത്തോട് മുന്നോട്ട് വെച്ചിരുന്നു. ഏതായിരുന്നാലും അതിന് 1.5 കോടി രൂപ ഞാൻ MLA ഫണ്ടിൽ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. സ്പെഷ്യൽ സാങ്ഷന് വേണ്ടി ഫിനാൻസിന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അത് മുടക്കി ഈ കോമ്പൗണ്ടിൽ അത്തരം ഒരു വലിയ രൂപത്തിലുള്ള ശവസംസ്കാര സങ്കേതം കൂടി ഉണ്ടാവുമെന്ന കാര്യം കൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. ചടങ്ങിൽ അഡ്വക്കേറ്റ് K. ഫ്രാൻസിസ് ജോർജ് MP മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു, ജില്ലാ കളക്ടർ ജോൺ V. സാമുവൽ, ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ രാജൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ദീപ ജോസ് അമ്പലക്കുളം, ജില്ലാ പഞ്ചായത്ത് അംഗം റോസമ്മ സോണി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അരുൺ ഫിലിപ്പ്, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ TK ജയകുമാർ, പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ P. ശ്രീലേഖ തുടങ്ങിയവർ പങ്കെടുത്തു. 6,40,00,000 രൂപ മുതൽ മുടക്കിൽ പൂർത്തീകരിച്ച 10 പദ്ധതികളുടെ ഉദ്ഘാടനമാണ് ചടങ്ങിൽ നടന്നത്. ഒപ്പം ജോൺ ബ്രിട്ടാസ് MP-യുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 99.18 ലക്ഷം രൂപ അനുവദിച്ചാണ് നവീന ഉപകരണങ്ങൾ ലഭ്യമാക്കിയത്. 99.30 ലക്ഷം രൂപ മുടക്കിയാണ് പ്രധാന പ്രവേശന കവാടം നിർമ്മിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജ് വജ്ര ജൂബിലി വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർമ്മിക്കുന്ന പ്രധാന കവാടം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഏറ്റെടുത്തിട്ടുള്ളത്. 6 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാകും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. അവയവമാറ്റ ശസ്ത്രക്രിയ കഴിഞ്ഞവർക്ക് ജീവൻ രക്ഷാ മരുന്നുകൾ ലഭ്യമാക്കുന്ന പുനർജനി പദ്ധതിക്ക് തുടക്കം. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. അവയവമാറ്റ ശസ്ത്രക്രിയ കഴിഞ്ഞവർക്ക് ജീവൻ രക്ഷാ മരുന്നുകൾ ലഭ്യമാക്കുന്ന പുനർജനി പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം നടന്നു. അവയവമാറ്റ ശസ്ത്രക്രിയ കഴിഞ്ഞവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ആശ്വാസകരമാകുന്ന രീതിയിൽ ജീവൻ രക്ഷാ മരുന്നുകൾ സൗജന്യമായി ലഭ്യമാക്കുന്നതിനായി കോട്ടയം ജില്ലാ പഞ്ചായത്താണ് കോട്ടയം ജനറൽ ആശുപത്രി വഴി പുനർജനി നടപ്പാക്കുന്നത്. 30 ലക്ഷം രൂപയാണ് ഇതിനായി വകയിരുത്തിയിട്ടുള്ളത്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വളരെ ശ്ലാഘനീയമായിട്ടുള്ളൊരു കാര്യമാണ് ചെയ്യുന്നത്. കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായവർക്ക് ജീവൻ രക്ഷാ മരുന്നുകൾ നൽകുന്നു എന്നുള്ളത്. അപ്പോൾ അതിന് പ്രത്യേകമായിട്ടുള്ള ഹൃദയപൂർവ്വമായിട്ടുള്ള അഭിനന്ദനം കോട്ടയം ജില്ലാ പഞ്ചായത്തിന് അറിയിക്കുകയാണ്.
ജില്ലാ പഞ്ചായത്ത് മാതൃകാപരമായ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്യാൻ കോട്ടയം നല്ല നിലയിൽ മുന്നോട്ട് പോകുന്ന ഒന്നാണ് ക്യാൻ കോട്ടയം. അപ്പോൾ അത് നെക്സ്റ്റ് നമ്മുടെ അവയവമാറ്റവുമായി ബന്ധപ്പെട്ട് കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് ഇത് നൽകുന്നു. ഇനിയും അതിന്റെ തുടർ പ്രവർത്തനങ്ങൾ ജില്ലാ പഞ്ചായത്ത് നടത്തുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ജില്ലാ ആസൂത്രണ സമിതി സെക്രട്ടേറിയറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ സഹകരണ തുറമുഖം വകുപ്പ് മന്ത്രി VN വാസവൻ അധ്യക്ഷനായി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു, ജില്ലാ കളക്ടർ ജോൺ V സാമുവൽ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല, സ്ഥിരം സമിതി അധ്യക്ഷരായ PS പുഷ്പമണി, മഞ്ജു സുജിത്ത്, PM മാത്യു, ജെസ്സി ഷാജൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് ശുഭേഷ് സുധാകരൻ, രാധാ V നായർ, PR അനുപമ, ഹേമലത പ്രേംസാഗർ, TN ഗിരീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലായിൽ യുവാക്കളെ ഇടിച്ചിട്ട ശേഷം അടിയിൽ കുടുങ്ങിയ സ്കൂട്ടറുമായി ഓടിച്ചുപോയ ലോറി ഡ്രൈവർ പോലീസ് പിടിയിൽ. അടൂർ സ്വദേശി അച്യുതനാണ് പോലീസിന്റെ പിടിയിലായത്. യുവാക്കളെ ഇടിച്ച ശേഷം അടിയിൽ കുടുങ്ങിയ സ്കൂട്ടറുമായി ഓടിച്ചുപോയ ലോറി ഡ്രൈവർ പോലീസിൽ കീഴടങ്ങി. അടൂർ സ്വദേശി അച്യുതനാണ് കീഴടങ്ങിയത്. എറണാകുളം സ്വദേശിയുടേതാണ് വാഹനം. തിങ്കളാഴ്ച രാത്രി 11:30ഓടെയാണ് അപകടമുണ്ടായത്. സമാന്തര റോഡിലൂടെ എത്തിയ ലോറി സ്കൂട്ടർ യാത്രികരെ ഇടിച്ച ശേഷം നിർത്താതെ പോവുകയായിരുന്നു. 8 കിലോമീറ്ററോളം ഓടിയ ശേഷം വൈദ്യുതി പോസ്റ്റിലിടിച്ചതോടെ വാഹനം നിർത്തി ഡ്രൈവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. പോലീസ് അന്വേഷണം ശക്തമാക്കിയതോടെ ഗത്യന്തരമില്ലാതെ അച്യുതൻ കീഴടങ്ങുകയായിരുന്നു. പരിക്കേറ്റ യുവാക്കൾ ചികിത്സയിൽ തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, പാലാ. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. തിരുനക്കര ഗാന്ധി സ്ക്വയറിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. സംഘങ്ങളെയും ജീവനക്കാരെയും ദോഷകരമായി ബാധിക്കുന്ന ചട്ട ഭേദഗതികൾ പിൻവലിക്കുക, അശാസ്ത്രീയമായ ക്ലാസിഫിക്കേഷൻ മാനദണ്ഡങ്ങൾ നടപ്പാക്കാതിരിക്കുക, പ്രമോഷൻ തടയുന്ന പുതിയ ചട്ടങ്ങൾ പിൻവലിക്കുക, കുടിശ്ശികയായ ക്ഷാമബത്ത അനുവദിക്കുക, പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക, കുടിശ്ശികയായ ശമ്പള പരിഷ്കരണം നൽകുക, കേരള ബാങ്ക് നിയമനങ്ങളിൽ മുഴുവൻ പ്രാഥമിക സംഘങ്ങളിലെയും ജീവനക്കാർക്ക് 50% സംവരണം ഉറപ്പാക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് മാർച്ചും ധർണയും നടത്തിയത്. തിരുനക്കര ഗാന്ധി സ്ക്വയറിൽ നിന്നും കളക്ടറേറ്റിലെ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിലേക്ക് നടന്ന മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. മാർച്ചിന്റെ ഉദ്ഘാടനം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA നിർവഹിച്ചു. തുടർന്ന് കളക്ടറേറ്റിന് മുന്നിൽ മാർച്ച് തടഞ്ഞതിനെ തുടർന്ന് നടന്ന ധർണ DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് ഉദ്ഘാടനം ചെയ്തു. കാലാകാലങ്ങളിൽ നിയമത്തിലോ ചട്ടത്തിലോ ഭേദഗതി വരുത്തേണ്ടത് അനിവാര്യമാണ്. അത്തരത്തിലെ ഭേദഗതി വരുത്തുന്നത് ജീവനക്കാരുടെ സംഘടനകളുമായി ആലോചിച്ചുകൊണ്ടാണ്. അങ്ങനെ ആ ജീവനക്കാർക്ക് ഗുണകരമാകുന്ന നിലയിലേക്ക് നിയമത്തിലും ചട്ടങ്ങളിലും ഭേദഗതി വരുത്തുന്നുണ്ട് എങ്കിൽ അതിനോട് സഹകരിക്കുന്ന സമീപനമാണ് നമ്മൾ പലപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഇവിടെ ജീവനക്കാരെ മാറ്റി നിർത്തിക്കൊണ്ട് അവരുമായി കൂടിയാലോചിക്കാതെ സർക്കാർ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടും തങ്ങളുടെ പാർട്ടിയുടെ യൂണിയനിൽ നിൽക്കുന്ന ആളുകളെ മാത്രം സംരക്ഷിക്കുന്ന തരത്തിലേക്കുമായിട്ടുള്ള ചട്ടങ്ങളുടെ ഭേദഗതി ജീവനക്കാരെ ദോഷകരമായി ബാധിക്കുന്നതാണ്. അത് അനുവദിക്കുകയില്ല എന്നാണ് ഈ സമരത്തിലൂടെ നമ്മൾ ആവശ്യപ്പെടുന്നത്. KCF ജില്ലാ പ്രസിഡന്റ് രാജു മാത്യു അധ്യക്ഷനായി. സഹകരണ ജനാധിപത്യ വേദി ചെയർമാൻ ജോഷി ഫിലിപ്പ്, അഡ്വക്കേറ്റ് സതീഷ് ചന്ദ്രൻ നായർ, അഡ്വക്കേറ്റ് G ഗോപകുമാർ, അഡ്വക്കേറ്റ് ഫിൽസൺ മാത്യൂസ്, KCF സംസ്ഥാന ട്രഷറർ KK സന്തോഷ്, ജില്ലാ സെക്രട്ടറി മനു P കൈമൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാഞ്ഞിരപ്പള്ളി പൂതക്കുഴിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തെ തുടർന്ന് ബസിനടിയിലേക്ക് തെറിച്ചു വീണ യുവാവ് മരിച്ചു. ഇടക്കുന്നം മുക്കാലി തോക്കനാട്ട് ആൽബിൻ തോമസാണ് മരിച്ചത്. 23 വയസ്സായിരുന്നു. ചൊവ്വാഴ്ച രാത്രി 7 മണിയോടെയായിരുന്നു അപകടം. KSRTC ബസിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ ആൽബിൻ സഞ്ചരിച്ചിരുന്ന ബൈക്ക് മറ്റൊരു ബൈക്കുമായി കൂട്ടിയിടിച്ച ശേഷം ബസിനടിയിലേക്ക് വീഴുകയായിരുന്നു. സംവരണത്തിൽ മേൽത്തട്ട് പരിധി നിശ്ചയിക്കുവാനുള്ള നീക്കത്തിൽ KPMS പ്രക്ഷോഭത്തിലേക്ക്. ഇതിന് മുന്നോടിയായുള്ള നേതൃസംഗമങ്ങൾ സെപ്റ്റംബർ 26-ന് തുടങ്ങും. പട്ടികജാതി പട്ടികവർഗ സംവരണത്തിൽ മേൽത്തട്ട് പരിധി ഏർപ്പെടുത്തിയും മേൽത്തട്ട് പരിധി നിശ്ചയിക്കുവാനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്ക് നൽകിയ 2024 ആഗസ്റ്റ് 1 സുപ്രീം കോടതി വിധി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഇടയിൽ വലിയ ആശങ്കയാണ് ഉണ്ടായിരിക്കുന്നതെന്ന് KPMS. ഈ വിധിയെ മറികടക്കാൻ കേന്ദ്ര സർക്കാരും ഈ വിധി നടപ്പാക്കാതിരിക്കാൻ സംസ്ഥാന സർക്കാരും തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ട് KPMS പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. ഇതിന്റെ ഭാഗമായി നയപരിപാടികൾ വിശദീകരിക്കുന്നതിന് സംസ്ഥാനമൊട്ടാകെ ജില്ലാതല നേതൃത്വ സംഗമങ്ങൾ സെപ്റ്റംബർ 26 മുതൽ ഒക്ടോബർ 10 വരെ ചേരും. ആദ്യ നേതൃത്വ സംഗമമായ കോട്ടയം ജില്ലാ നേതൃത്വ സംഗമം സെപ്റ്റംബർ 26-ന് രാവിലെ 10 മണിക്ക് കോട്ടയം KPS മേനോൻ ഹാളിൽ ചേരും. ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 2000-ലധികം ശാഖതലങ്ങളിലുള്ള പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ജില്ലാതല നേതൃത്വ സംഗമം ചേരുക.
അതിന്റെ തുടക്കം ഈ സെപ്റ്റംബർ 26-ന് കോട്ടയത്ത് നിന്ന് ആരംഭിക്കാം. കോട്ടയത്ത് KPS മേനോൻ ഹാളിൽ രാവിലെ 10 മണിക്ക് ജില്ലയിലെ 582 ശാഖകളിൽ നിന്നുള്ള ഭാരവാഹികൾ, യൂണിയൻ ഭാരവാഹികൾ അടങ്ങുന്ന 1552 പ്രവർത്തകർ, അതായത് നമ്മുടെ പ്രതിനിധികളാണെങ്കിൽ 2000 മുകളിൽ പ്രവർത്തകർ ഉണ്ടാവും. ബഹുമാനായ KPS ജനറൽ സെക്രട്ടറി പുണ്യത ശ്രീകുമാർ സാർ ഉദ്ഘാടനം ചെയ്യും. ഇത് കേരളത്തിലെ KPSന്റെ ജില്ലാ നേതൃസമ്മേളനങ്ങളുടെ തുടക്കമാണ് 26-ാം തീയതി കോട്ടയത്ത്. സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് A. സനീഷ് കുമാർ അധ്യക്ഷത വഹിക്കും. സംസ്ഥാന ഭാരവാഹികൾ, സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പള്ളിക്കത്തോട്ടിൽ ശുചിത്വ ബോധവൽക്കരണ സെമിനാർ നടത്തി. പള്ളിക്കത്തോട് ITIയിൽ നടന്ന സെമിനാറിൽ ഹരികുമാർ മറ്റക്കര ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെയും സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെയും ഭാഗമായി പള്ളിക്കത്തോട്ടിൽ ശുചിത്വ മാലിന്യ സംസ്കരണത്തിൽ ബോധവൽക്കരണ സെമിനാർ നടത്തി. പള്ളിക്കത്തോട് PTCM ഗവൺമെന്റ് ITIയിൽ നടന്ന സെമിനാർ വൈസ് പ്രിൻസിപ്പൽ ജോൺസൺ മാത്യു ഉദ്ഘാടനം ചെയ്തു. ITI ഗ്രൂപ്പ് ഇൻസ്ട്രക്ടർ ഉണ്ണി PK, മോബിൻ ജോസഫ് എന്നിവർ പങ്കെടുത്തു. ശുചിത്വ മിഷൻ പാമ്പാടി ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ ഹരികുമാർ മറ്റക്കര ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ന്യൂസ് ബ്യൂറോ, പള്ളിക്കത്തോട്. പാല അൽഫോൻസ കോളേജ് ബർസാർ ഡോക്ടർ ജോസ് ജോസഫ് പുലിവേലിന്റെ സ്മരണാർത്ഥമുള്ള പ്രഭാഷണ പരമ്പര ആരംഭിച്ചു. ഡോക്ടർ ശശി തരൂർ MP ഉദ്ഘാടനം ചെയ്തു. പാല അൽഫോൻസ കോളേജ് ബർസാറും ഇംഗ്ലീഷ് വിഭാഗം മേധാവിയുമായിരുന്ന ഡോക്ടർ ജോസ് ജോസഫ് പുലവേലിന്റെ സ്മരണാർത്ഥം നടത്തുന്ന പ്രഭാഷണ പരമ്പര ആരംഭിച്ചു. ഡോക്ടർ ശശി തരൂർ MP ഉദ്ഘാടനം നിർവഹിച്ചു. I'm grateful, of course, to all the distinguished people on the dais for having invited me here to inaugurate this lecture series and to honor the memory of this remarkable man who passed away last year. His illustrious life and career brought to an untimely halt by a fatal bout of pneumonia. His legacy undoubtedly lives on with the hallowed classrooms and corridors of Alfonso College, standing in testimony to it. കോളേജ് മാനേജർ ഡോക്ടർ ജോസഫ് തടത്തിൽ അധ്യക്ഷത വഹിച്ചു. അന്തരിച്ച ഡോക്ടർ ജോസ് ജോസഫിന്റെ അക്കാദമിക് മികവും കോളേജിനും സമൂഹത്തിനും അദ്ദേഹം നൽകിയ സംഭാവനകളും മുൻനിർത്തി ഇംഗ്ലീഷ് വിഭാഗമാണ് പ്രഭാഷണ പരമ്പര സംഘടിപ്പിച്ചത്. കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഷാജി ജോൺ, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ മിനിമോൾ മാത്യു, ഡോക്ടർ സിസ്റ്റർ മഞ്ജു എലിസബത്ത് കുരുവിള, കോളേജ് ബർസാർ ഫാദർ കുര്യാക്കോസ് വെള്ളച്ചാലിൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാല. പാലാ നഗരസഭയിലെ ജനപ്രതിനിധികളുടെയും ജില്ലാ പഞ്ചായത്ത്, ഗ്രാമ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും സംഗമം മരിയ സദനത്തിൽ നടന്നു. മരിയ സദനത്തിന്റെ നിലനിൽപ്പിനായി ഒക്ടോബർ 10-ന് ധനസമാഹരണം നടത്തുന്നതിന് സംബന്ധിച്ച് യോഗത്തിൽ ചർച്ച ചെയ്തു. പാലാ മരിയ സദനത്തിൽ നഗരസഭാ ചെയർമാന്റെയും കൗൺസിലർമാരുടെയും ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളുടെയും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെയും സംഗമം നടന്നു. മരിയ സദനത്തിലെ നിലവിലുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പരിഹാരം കണ്ടെത്തുന്നതിനുമായിട്ടായിരുന്നു ജനപ്രതിനിധികളുടെ യോഗം ചേർന്നത്. ഇതോടൊപ്പം മരിയ സദനത്തിന്റെ നിലനിൽപ്പിനായി ഒക്ടോബർ 10-ന് ധനസമാഹരണം നടത്തുന്നതിനുള്ള കാര്യങ്ങളും ചർച്ച ചെയ്തു. പാലാ നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. മരിയ സദനത്തിലും അനുബന്ധ സ്ഥാപനങ്ങളിലുമായി നിലവിൽ 540-ലേറെ പേരാണ് കഴിയുന്നത്. അനുവദനീയമായതിന്റെ ഇരട്ടി സംഖ്യയാണിത്. രോഗികളുടെയും അനാഥരുടെയും എണ്ണത്തിലുള്ള വർധനവാണ് മരിയ സദനം ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം. ഇവരെ പുനരധിവസിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള ധനസമാഹരണ യജ്ഞമാണ് ഒക്ടോബർ 10-ന് നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിനു മുന്നോടിയായി ഒക്ടോബർ 1-ന് മുമ്പ് പാലാ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും നഗരസഭാ വാർഡുകളിലും ധനസമാഹരണം നടത്തുന്നതിന് മീറ്റിംഗ് നടത്താനും ജനപ്രതിനിധി സംഗമത്തിൽ ധാരണയായി. ഒക്ടോബർ 10-ന് മരിയ സദനത്തിന് ആവശ്യമായ സാമ്പത്തിക സഹകരണം കഴിയുന്നത്ര സമാഹരിക്കുക എന്നതാണ് ജനപ്രതിനിധി സംഗമത്തിന്റെ ലക്ഷ്യം. നിലവിൽ 2 കോടി രൂപയുടെ കടബാധ്യത മരിയ സദനത്തിനുണ്ട്. കൂടാതെ മരിയ സദനത്തിന്റെ പ്രവർത്തനത്തിന് പ്രതിമാസം 25 ലക്ഷം രൂപ ചെലവുണ്ട്. സുമനസ്സുകൾക്കും സഹായം നൽകാം. ആക്സിസ് ബാങ്ക് പാലാ ശാഖയിൽ മരിയ സദനത്തിന്റെ പേരിൽ അക്കൗണ്ട് ഉണ്ട്. അക്കൗണ്ട് നമ്പർ 92400055769697. IFSC കോഡ് UTIB 00006116. സ്വിച്ച് കോഡ് AXISIN BB 051. ന്യൂസ് ബ്യൂറോ, പാലാ.
സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും റെക്കോർഡിലെത്തി. ബുധനാഴ്ച സ്വർണത്തിന് ഗ്രാമിന് 60 രൂപയും പവന് 480 രൂപയും വർദ്ധിച്ചു. ഗ്രാമിന് 7060 രൂപയിലും പവന് 56,480 രൂപയിലുമാണ് ഇന്ന് വ്യാപാരം നടന്നത്. ലോക രോഗി സുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് ചേർപ്പങ്കൽ മാർസ്ലീവ മെഡിസിറ്റിയിൽ ബോധവൽക്കരണ പ്രദർശന പരിപാടിയും റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ ലോഞ്ചിങ്ങും നടന്നു. ആശുപത്രിയിലെ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ നടത്തിയ ബോധവൽക്കരണ പ്രദർശന പരിപാടി പൊതുജനങ്ങൾക്ക് ആരോഗ്യ സുരക്ഷയുടെ പുത്തൻ അറിവുകൾ പകരുന്നതായി മാറി. പൊതുസമ്മേളന ഉദ്ഘാടനവും റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ ലോഞ്ചിങ്ങും IMA പാലാ യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ ശബരിനാഥ് സി ദാമോദരൻ നിർവഹിച്ചു. അറിയിപ്പ് ചേനപ്പാടി RVG VHSSൽ VHSC വിഭാഗത്തിൽ അഗ്രികൾച്ചർ അധ്യാപക ഒഴിവിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. BSc അഗ്രികൾച്ചറാണ് യോഗ്യത. അഭിമുഖം 27-ാം തീയതി രാവിലെ 9:30. ഫോൺ 9850788179. ഏറ്റുമാനൂർ മെഡിക്കൽ കോളേജ് ഹെൽത്ത് സെന്ററിൽ NSD പ്രോജക്റ്റ് മുഖേന ഫാർമസിസ്റ്റിന്റെ താൽക്കാലിക ഒഴിവിലേക്ക് ഏറ്റുമാനൂർ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 30 രാവിലെ 11:30 ഏറ്റുമാനൂർ KMC HSC കോൺഫറൻസ് ഹാളിൽ വെച്ച് അഭിമുഖം നടക്കും. ഡിപ്ലോമ ഇൻ ഫാർമസി, തത്തുല്യം അല്ലെങ്കിൽ B.Pharm, കേരള സംസ്ഥാന ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷൻ എന്നിവയാണ് യോഗ്യത. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി എത്തണം. ഫോൺ 048125355573. ഏറ്റുമാനൂർ മെഡിക്കൽ കോളേജ് ഹെൽത്ത് സെന്ററിൽ NSD പ്രോജക്റ്റ് മുഖേന ലാബ് ടെക്നീഷ്യന്റെ താൽക്കാലിക ഒഴിവിലേക്ക് ഏറ്റുമാനൂർ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 30 രാവിലെ 11 മണിക്ക് ഏറ്റുമാനൂർ KMSC HSC കോൺഫറൻസ് ഹാളിൽ വെച്ച് അഭിമുഖം നടക്കും. യോഗ്യത DMLT, BScMLT, പാരാമെഡിക്കൽ കൗൺസിൽ അംഗീകാരം എന്നിവയാണ്. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി അന്നേ ദിവസം രാവിലെ 11 മണിക്ക് ഹാജരാകണം. ഫോൺ 048125355573. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 6 കോടിയിലധികം രൂപയുടെ പദ്ധതികൾ പൂർത്തിയാക്കി പ്രൗഢിയോടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി ഹെൽത്ത് ഹബ്ബാക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. അവയവമാറ്റ ശസ്ത്രക്രിയ കഴിഞ്ഞവർക്ക് ജീവൻ രക്ഷാ മരുന്നുകൾ പുനർജനി പദ്ധതിക്ക് തുടക്കം. പദ്ധതി നടപ്പാക്കുന്നത് കോട്ടയം ജനറൽ ആശുപത്രി വഴി. ചട്ടഭേദഗതികൾ പിൻവലിക്കണമെന്നാവശ്യം കോട്ടയം സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിലേക്ക് KCF-ന്റെ മാർച്ചും ധർണയും. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.